ദ മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് മൂവി ആയിട്ടുള്ള മാർക്കോ എന്ന് പറയുന്ന സിനിമ അങ്ങനെ തിയേറ്ററിലേക്ക് വന്നിരിക്കുകയാണ്. ഞാൻ ചിത്രം കണ്ടു. മുണ്ടക്കയം RD സിനിമാസ് എന്നാണ് ഞാൻ ചിത്രം കണ്ടത്. എൻ്റെ പേര് അഭിജിത്ത് വിശ്വനാഥ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. നമ്മളിന്ന് നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെ സ്റ്റുഡിയോയിലും കാര്യങ്ങളിലൊക്കെയാണ്. കൂടുതൽ ലൈറ്റും കാര്യങ്ങളൊന്നുമില്ല, ഒന്ന് ക്ഷമിക്കുക. ഈ വീഡിയോയുടെ പോരായ്മകൾ അടുത്തൊരു വീഡിയോയിലൊക്കെ നമ്മൾ പരിഹരിക്കുന്നതായിരിക്കും. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വെൽക്കം ടു ഷിനിമോഷായ്. മാർക്കോ 2019 പുറത്തിറങ്ങിയ മിഖായൽ എന്ന് പറയുന്ന ചിത്രത്തിലെ മെയിൻ വില്ലനായിട്ടുള്ള മാർക്കോ ജൂനിയറിന്റെ ഒരു സ്പിൻ ഓഫ് ചിത്രമാണ് മാർക്കോ എന്ന് പറയുന്ന സിനിമ. ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്ന ഹനീഫ് അദേനി, അതുപോലെ തന്നെ ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ക്യൂബ് എന്റർടൈൻമെന്റ്, അതുപോലെ തന്നെ ഉണ്ണി മുകുന്ദൻ ഫിലിംസുമാണ്. ഉണ്ണി മുകുന്ദന്, സിദ്ദിഖ്, ജഗദീഷ് അങ്ങനെ തുടങ്ങിയ ഒരു അടിപൊളി താരനിരകളൊക്കെ ഒന്നിച്ച ഏറ്റവും പുതിയൊരു മലയാളം സിനിമയാണ് മാർക്കോ എന്ന് പറയുന്ന സിനിമ. സിനിമ എങ്ങനെയുണ്ട് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ, തിയേറ്ററിൽ കണ്ടിരിക്കാൻ പറ്റിയ അല്ലെങ്കിൽ മലയാള സിനിമയിൽ ഇന്ന് വരെ വരാത്ത മലയാള സിനിമ കാണാത്ത ദ മോസ്റ്റ് വയലന്റ് ഫിലിം അല്ലെങ്കിൽ ബെസ്റ്റ് ആക്ഷൻ പാക്ഡ് മൂവി, ആക്ഷൻ ത്രില്ലർ മൂവി എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു സിനിമയാണ് മാർക്കോ എന്ന് പറയുന്ന സിനിമ. എനിക്ക് പേഴ്സണലി ഇതൊരു എബോ ആവറേജ് ഫിലിമായിട്ട് തോന്നി. സ്ക്രിപ്റ്റ് വൈസ് എനിക്ക് സ്ക്രിപ്റ്റ് ഒരു സാറ്റിസ്ഫാക്ഷൻ പലയിടത്തും നൽകിയിട്ടില്ല. എന്നാൽ ആക്ഷൻ വൈസ്, ആക്ഷൻ കൊറിയോഗ്രാഫി വൈസ്, ഇതിൻ്റെ വിഷ്വൽ സൈഡ്, ഇതെല്ലാം ഗംഭീരമായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. എന്നെ ഒരുപാട് സാറ്റിസ്ഫാക്ഷൻ നൽകിയ ഒരു സിനിമ കൂടിയാണ്. ആ ഒരു ശ്രേണിയിൽ സാറ്റിസ്ഫാക്ഷൻ നൽകിയ ഒരു സിനിമ കൂടിയാണ് മാർക്കോ എന്ന് പറയുന്ന സിനിമ. ബട്ട് സ്റ്റിൽ ഏറ്റവും വലിയൊരു നെഗറ്റീവായിട്ട് പറയാനാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സ്ക്രിപ്റ്റ് വൈസ് എനിക്ക് വളരെ ഡൗൺ ആയി പോയ തോന്നി. ഞാൻ കുറച്ചും കൂടി സ്ക്രിപ്റ്റ് വൈസ് കുറച്ചും കൂടി ഒന്ന് അപ്പ് പ്രതീക്ഷിച്ചു. ബട്ട് അവർ തന്നൊരു പ്രോമിസ് ഉണ്ട്, മോസ്റ്റ് വയലന്റ് ബെസ്റ്റ് ആക്ഷൻ മൂവി എന്നുള്ളത്. അത് ഇവർ പാലിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സിനിമ കാണുമ്പോൾ, ഉണ്ണിമൂന്നിനെ കാണുന്ന സമയത്തൊക്കെ നമുക്ക് ആ ഒരു ഫീല് വരുന്നുണ്ടായിരുന്നു. ഓക്കെ, പുള്ളിക്ക് ഒരു 10 പേരെ ഇടിച്ചിടാൻ പറ്റും, അല്ലെങ്കിൽ 100 പേരെ ഇടിച്ചിടാൻ പറ്റും എന്നുള്ളൊരു ഫീല് നമ്മളിലേക്ക് ഉണ്ടാക്കി എടുത്തു എന്നുള്ളതാണ് ഒരു വലിയൊരു കാര്യം. മാർക്കോ ഓൾറെഡി മിഖായൽ എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു വില്ലനാണ്. അപ്പോൾ വില്ലൻ തരം കാണിക്കുന്ന ജഗദീഷ് വരുമ്പോൾ എന്തായിരിക്കും എന്നുള്ളതായിരുന്നു പ്രതീക്ഷ. ജഗദീഷും ഗംഭീരമായിട്ട് അവരുടെ റോള് സൂപ്പറായിട്ട് ചെയ്തു. അതുപോലെ തന്നെ അതിനുശേഷം ഒരു വില്ലൻ കൂടി വരുന്നുണ്ട്. പുള്ളിയുടെ ആ ഒരു വില്ലനിസവും പരിപാടിയൊക്കെ സൂപ്പറായിട്ട് തോന്നി. എനിക്ക് ഫസ്റ്റ് ഹാഫ് കുറച്ചൊന്ന് ലാഗ് അടിക്കുന്ന പോലെ അല്ലെങ്കിൽ കുറച്ചൊന്ന് വലിയുന്ന പോലെ തോന്നിയെങ്കിലും സെക്കൻഡ് ഹാഫ് വളരെ പേസിൽ വളരെ എൻഗേജിങ് ആയിട്ട് കൊള്ളാം എന്നുള്ളൊരു രീതിയിൽ കൊണ്ട് നിർത്തുകയും ചെയ്തു. പടം ഫുള്ള് തീർന്നതിന് ശേഷം മാത്രമേ ലൈറ്റ് ഇടാവൂ എന്നൊക്കെ ഒരു പ്രൊഡ്യൂസറിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഒരു ഡയലോഗ് വന്നിരുന്നു. അങ്ങനൊരു എൻ ക്രെഡിറ്റ് സീനൊക്കെ വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണുക, എന്താണ് അതിൻ്റെ അകത്ത് ഇരിക്കുന്നത് എന്നൊക്കെ ഉള്ള കുറേ കാര്യങ്ങൾ. എന്തായാലും തിയേറ്ററിൽ ഇരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ, അതിൻ്റെ വിഷ്വൽ വൈസ് ആണെങ്കിൽ അതിൻ്റെ മ്യൂസിക് വൈസ് രവി ബസൂറാണ് ഇതിൻ്റെ മ്യൂസിക് കൈകാര്യം ചെയ്തിരിക്കുന്നത്. വളരെ നല്ല ബാക്ക്ഗ്രൗണ്ട് സ്കോറും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതിനൊരു പഞ്ച് നിലനിർത്തുന്നതിന്, അല്ലെങ്കിൽ ആ ഉണ്ണിമൂന്നിനെ സ്ക്രീനിൽ കാണുന്ന സമയത്ത് ഉണ്ടാകുന്നൊരു പഞ്ചുണ്ടല്ലോ, അത് നിലനിർത്താനൊക്കെ നല്ല രീതിയിൽ സഹായിച്ചു. ഉണ്ണിമൂന്നിൻ്റെ സ്ക്രീൻ പ്രസൻസ് എടുത്തു പറയേണ്ട മറ്റൊരു ഘടകമാണ്. പുള്ളിയെ കാണുമ്പോൾ തന്നെ, പുള്ളിയുടെ ഫിസിക്ക് വൈസ് ആണെങ്കിൽ, അല്ലെങ്കിൽ പുള്ളിയെ കാണുന്ന ഒരു മൊമെന്റിൽ തന്നെ നമുക്കൊന്ന് ഫീൽ ചെയ്യുന്നുണ്ട്, കൊള്ളാം പുള്ളി മാർക്കോ പൊളിക്കും എന്നുള്ളൊരു ഫീല് നമുക്ക് ഉണ്ടാക്കുന്നുണ്ട്. അത് ഭയങ്കരമായിട്ട് പോസിറ്റീവായിട്ട് എനിക്ക് തോന്നി. ഈ സിനിമയെ നല്ല രീതിയിൽ അത് സഹായിക്കുകയും ചെയ്തു എന്നാണ് എനിക്ക് കണ്ടപ്പോൾ തോന്നിയത്. ഓവറോൾ തിയേറ്ററിൽ പോയി കാണാൻ പറ്റിയ ഒരു സിനിമയാണ്. പക്ഷെ കുഞ്ഞു കുട്ടികളെ തിയേറ്ററിലേക്ക് കൊണ്ടുപോകാതിരിക്കുക. ഭയങ്കരമായിട്ടുള്ള സെക്കൻഡ് ഹാഫിൽ നല്ല രീതിയിലുള്ള വയലൻസും നല്ല രീതിയിൽ അത് കാണിച്ചും കൂടി തരുന്നുണ്ട്. ഒരു സീനും പോലും ഇങ്ങനെ കട്ട് ചെയ്ത് മറയ്ക്കുകയോ അല്ലെങ്കിൽ ബ്ലർ ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്നും കുഞ്ഞു പിള്ളേർ കാണണ്ട എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഫാമിലി ആയിട്ട് വന്ന് കാണാൻ ഒരു ഫാമിലി പടം കൂടിയാണ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എന്നാൽ ഫുൾ ഔട്ട് ആൻഡ് ഔട്ട് ആക്ഷൻ ഫിലിം തന്നെയാണിത്. എന്തായാലും താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ തിയേറ്ററിൽ പോയി കാണാൻ തന്നെ ശ്രമിച്ചു നോക്കുക. അടുത്തുള്ള തിയേറ്ററുകളുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പോയി കാണാൻ ശ്രമിച്ചു നോക്കുക. ഒരുപാട് സിനിമകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ആഴ്ച ബറോസ് ഉണ്ട്. ഞാൻ ഇന്ന് വിടുതല പാർട്ട് 2 കാണണം എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത്. പക്ഷേ ഇതുവരെയും 10 പേര് തികഞ്ഞിട്ടില്ല. റിലീസ് ഡേറ്റ് ദിവസമായിട്ട് തിയേറ്ററിലേക്ക് ആളുകളില്ല. അതൊരു വലിയൊരു സങ്കടം ഉണ്ടാകുന്നൊരു കാര്യമാണ്. ആൾ വരുവാണെന്നുണ്ടെങ്കിൽ പടം കാണും, കണ്ടതിന് ശേഷം നിങ്ങളോട് അഭിപ്രായം പറയുന്നതായിരിക്കും. എന്തായാലും മാർക്കോ താല്പര്യമുള്ളവർ കാണുക. കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ പീസ് ഔട്ട്.